ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ. ഇത് എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഷാംപൂ മേക്കിംഗ് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഈ എണ്ണ കാച്ചിയെടുക്കുന്നത് നല്ല റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത അത്രയും നല്ല റിസൾട്ടാണ്. ഒരു പ്രത്യേക കളറും മണമൊക്കെയാണ് കേട്ടോ ഈ ഒരു എണ്ണയ്ക്ക്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഈ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനിതെങ്ങനെ വാഷ് ചെയ്തതെന്നും കൂടെ കാണിച്ചു തരാം. ഞാനിത് തേച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ മോൾക്കും കൂടെ ഇത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. മോളിപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ പിടിച്ചു വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ എണ്ണ തലയിലിട്ട് കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം ഇതെങ്ങനെയാണ്. ഇത് തലയിൽ നമ്മൾ ഈ എണ്ണ ഇട്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ റിസൾട്ട് എന്താണെന്നുള്ളത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഞാൻ തലേ ദിവസം കഞ്ഞിവെള്ളം എടുത്തു വെച്ചതാണ്. നല്ല കട്ടയായിട്ടുണ്ട്, പറയാൻ പറ്റാത്ത അത്രയും കട്ടയായിട്ടുണ്ട്. ഇപ്പോൾ ചൂടും കൂടല്ലേ, പെട്ടെന്ന് തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ ഇതുപോലെ വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അവളെ മുടിയിലേക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി വേണം കേട്ടോ. എണ്ണ തേച്ചിട്ട് അവളെ ഞാനൊരു അരമണിക്കൂർ അങ്ങനെ നിർത്തും. ആഴ്ചയിൽ 2 തവണയാണ് എണ്ണ ഇടുന്നത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളമാണ്. ഇതിലേക്ക് ഞാനിവിടെ 1/2 സ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ഈ സ്മൂതനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള മുടി കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു അതിശയിക്കുന്ന ഒരു തരം റിസൾട്ടായിരുന്നു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി ഞാനത് തേച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മാറ്റം എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി നന്നായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തപ്പോൾ അതാ ഇതുപോലെയാണ് കട്ടയായിട്ടിരിക്കുന്നത്. ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല മണമാണ്. പിന്നെ ഈ ഒരു ടെക്സ്ചർ തന്നെ വേണം. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മാത്രമേ ചേർക്കാവൂ, ബാക്കി മുട്ടവെള്ളം. അപ്പോൾ ഇനി നന്നായിട്ട് ഈ 3ഉം കൂടെ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. വളരെ എളുപ്പത്തിൽ ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തരി ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ആ ടെക്സ്ചർ എത്രയാണ്. ഇനി നമ്മൾ ഷാംപൂ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഷാംപൂ വേണോ നമ്മളെ മുടിയിലേക്ക് അതിനനുസരിച്ച് കുറച്ച് ഷാംപൂ ഇതിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മോളുടെ മുടിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ക്വാണ്ടിറ്റി എടുക്കുന്നത്. സാധാരണ എൻ്റെ മുടിയൊക്കെ നല്ല അധികം ഇങ്ങനെ തിക്നെസ് ഇല്ലാതെ നോർമൽ മുടിയാണ്, അതുകൊണ്ട് എനിക്ക് ഇത്ര ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾക്ക് സ്മൂത്തനിങ് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മൾ കോഫി പൗഡർ ചേർത്തുകൊണ്ട് നരച്ച മുടിയുള്ളവരാണത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബ്രൗണിഷ് കളറായിട്ട് മാറും കേട്ടോ ഈ മുടി നരച്ച ഭാഗമൊക്കെ. അപ്പോൾ ഇനി ഇത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് തേച്ച് പിടിപ്പിച്ച് കഴുകി കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ റിസൾട്ടാണിത്. നല്ല കിഡിലനായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു റിസൾട്ടാണ് ഇതിന് കിട്ടുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിൽ റിസൾട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം.